അതിജീവിതയുടെ ആ പോസ്റ്റ് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എല്ലാ അർത്ഥത്തിലും അവൾ പരാജിതയായി കഴിഞ്ഞു. അതായത് മനസ്സുകൊണ്ട് തോറ്റു കഴിഞ്ഞു അവൾ. ഇനി മുന്നോട്ട് പോകാനായിട്ട് ശക്തി ഇല്ലാത്തതുപോലെ തന്നെയാണ് ആ പോസ്റ്റ് വിളിച്ചു പറയുന്നതെന്ന് പറയുന്നത്. അതായത് അത്രയും വൃത്തികെട്ട രീതിക്ക് സൈബർ അറ്റാക്ക് അവൾക്കെതിരെ നടക്കുന്നുണ്ട്. അവളുടെ പേര് പങ്കുവെച്ചുകൊണ്ട്, ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട്, അത്രയും വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ. അതിൽ ഏറ്റവും അവളെ വേദനിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി അവൾ പറയുന്നുണ്ട്. അതായത് മാർട്ടിൻ എന്ന് പറയുന്ന രണ്ടാം പ്രതിയായിട്ടുള്ള വ്യക്തി പുറത്തിറക്കിയ വീഡിയോ പേര് സഹിതം വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ ആ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഇവർ ചെയ്ത തെറ്റിനെക്കാളും ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സന്നദ്ധരായിട്ട് ഈ ജയിലിന് പുറത്ത് നമ്മുടെ ഇടയിൽ തന്നെ കുറേയധികം ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ വ്യക്തിയാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി. കാരണം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 6 പ്രതികൾ ചെയ്തിട്ടുള്ള ആ വൃത്തികെട്ട പരിപാടിയേക്കാൾ, ആ റേപ്പിനേക്കാളും ഏറ്റവും വലിയ റേപ്പാണ് അഖിൽ മാരാർ അയാളുടെ പോസ്റ്റിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വെർബൽ റേപ്പ് എന്ന് തന്നെ യഥാർത്ഥത്തിൽ പറയണം. കാരണം അയാൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. കാറിൽ ഇരുന്നു കൊണ്ട് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ പാടുന്ന തരത്തിൽ അയാൾ പറഞ്ഞ കാര്യം, ഡെമോയുടെ കാര്യം വരെ അയാൾ ഇറക്കിയത്. ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അത് നോക്കൂ, ചെയ്തു നോക്കൂ, വെട്ടം അടിച്ചു നോക്കൂ, അങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ ആരെയാണ് ഈ പറയുന്ന പരിഹാസ്യരാക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിനോടോ? ഇയാൾ തന്നെ അല്ലെങ്കിൽ ഇയാളെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേര് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്, കോടതിയിൽ തെളിവുകൾക്കാണ് പ്രാധാന്യമെന്ന് ഇവർ തന്നെ വിളിച്ചു പറഞ്ഞു. ശരി, എന്നിട്ട് പറയുകയാണ് ഈ പറയുന്ന ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവർ പറയുന്ന കാര്യങ്ങളെ ഞാനും മാനിക്കുന്നു. ശരിയാ, കോടതി പറഞ്ഞ കാര്യമാണ്, ദിലീപിനെതിരെ തെളിവുകളൊന്നുമില്ല, പിന്നെ എന്തിനാണ് ദിലീപിന്റെ പേര് വലിച്ചഴിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത് എന്ന് പറയുന്ന ഇവരോട് തന്നെ തിരിച്ചു ചോദിക്കാനുള്ള ഒരു മറുചോദ്യം എന്ന് പറയുന്നത്, കോടതിയുടെ തെളിവുകൾ അത്രയും മുഖവുരയ്ക്ക് എടുക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ കോടതി തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഈ അതിജീവിത അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടു എന്നൊരു പറയുന്ന കാര്യം? അത് കോടതി തന്നെ സമ്മതിച്ചൊരു കാര്യമില്ലേ? ആ ഒരു കാര്യത്തിന് നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നു അവൾ നടത്തുന്ന ഒരു നാടകമാണ് ഇതെന്ന് പറയാനുള്ള എന്ത് അധികാരമാണ്, എന്ത് യോഗ്യതയാണ് അപ്പൊ നിങ്ങൾക്കുള്ളത്? ദിലീപിനെ അനുകൂലിക്കാതിരിക്കുകയോ ചെയ്തത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല. ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചതിന് ശേഷം അവൾ പിന്നെയും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് വിളിച്ചു പറയുന്നത്. അതായത് അഖിൽ മാരാർ പങ്കുവെച്ച ആ ഒരു പോസ്റ്റിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, വെറും 1 മാസം കൊണ്ട് തന്നെ അവൾ വീണ്ടും തേയിലയുടെ പരസ്യത്തിൽ, അതായത് ഈ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള തേയിലയുടെ പരസ്യത്തിൽ അവൾ അഭിനയിച്ചു. അവൾ ഇപ്പോഴും അമേരിക്കയിലോ അവിടെയൊക്കെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുന്ന സമയത്ത് അവൾ ഒരു മൂലയ്ക്കിരുന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളെല്ലാം ഈ പറയുന്ന ഉണരൂ, അപരാധിക, എന്തൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന അയാളെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് അഖിൽ മാരാർ സ്ത്രീകളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തൊരു വ്യക്തിയാണോ? അതോ അഖിൽ മാരാർക്ക് കണക്ഷനുള്ള സ്ത്രീകൾക്കൊന്നും ഇതുപോലെ ഒരിക്കലും സംഭവിക്കില്ല എന്ന ഭയങ്കരമായിട്ടുള്ള വിശ്വാസമുണ്ടോ? ഈ ലോകം തന്നെ പടച്ചുവിട്ടിരിക്കുന്ന അഖിൽ മാരാറാണോ? അതോ അഖിൽ മാരാരുടെ ഇടയിലുള്ള ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇതുപോലെ സംഭവിച്ചാൽ അഖിൽ മാരാർ കൊടുക്കുന്ന ഉപദേശം ഇതായിരിക്കും അല്ലേ, അയ്യോ മോളെ നിനക്ക് ഇങ്ങനെ സംഭവിച്ചതാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, ഇതുവരെ നീ ചിരിച്ചു നടന്നു, ഇതുവരെ നീ കളിച്ചു നടന്നു, ഇതുവരെ നീ ജോലി ചെയ്തു, ഇതുവരെ നീ സമൂഹത്തെ ഈ പറയുന്ന നേരിട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിനക്ക് ക്രൂരമായി സംഭവിക്കപ്പെട്ടതുകൊണ്ട് ഇനി ഒരിക്കലും നിന്റെ മുഖം നേരെ കാണിച്ചുകൊണ്ട് നീ സമൂഹത്തിനിടയിലേക്ക് വരരുത്, നീ ഇനി ചിരിക്കരുത്, നീ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരരുത്, നീ നിന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകരുത്. ഈ ഒരു ഉപദേശമായിരിക്കും അഖിൽ മാരാർ വീട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ച ഏതെങ്കിലും ബന്ധുക്കളാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. ഇല്ലേ, എന്ത് ക്രൂരമായിട്ടുള്ള വാക്കുകളാണ് താങ്കൾ ഈ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? താങ്കൾക്ക് എന്തെങ്കിലും വെളിപാടുണ്ടോ? എന്തിനു വേണ്ടി? സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ടോ? ചിലപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ടായിരിക്കും ഈ ഒരു എന്താ പറയുക കേസിന് ആസ്പദമായിട്ടുള്ള ദിവസങ്ങൾ അടുത്തു വന്ന സമയത്ത് ഇതിനെ തന്നെ പൊക്കിക്കൊണ്ട് വീഡിയോകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കുറേയധികം പോസ്റ്റുകൾ ഇടുന്ന സമയത്ത് നല്ലപോലെ കാശ് തടയുന്നത് കൊണ്ട് ആ കാശിൽ ആർമാദിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഇത്രയും എന്താ പറയുന്നത് വൃത്തികെട്ട വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് തനിക്ക് തോന്നുന്നത്. ഇല്ലേ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. വേറെ ഒന്നും വേണ്ട, മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയല്ലേ ഇയാളും പറഞ്ഞത്. അതായത് മാർട്ടിൻ പറയുന്ന അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല, അത് തന്നെയാണ് അഖിൽ മാരാർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം, അതൊക്കെ കള്ളക്കഥയാണ്. ഇനി ഇത് തന്നെയാണ് കുറെ കാലങ്ങൾക്ക് മുമ്പേ ഈ പറയുന്ന ദിലീപും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇങ്ങനൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ പെൺകുട്ടി ഒന്നിൽ ആത്മഹത്യ ചെയ്യും, അതല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് ഡിപ്രഷൻ അടിച്ച് ഏതെങ്കിലും മൂലക്കിരിക്കും. പക്ഷെ ഈ ഒരു പ്രമുഖ നടി മാത്രം 2 ദിവസത്തിനുള്ളിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്താ, സഹിച്ചില്ലേ? ഇതാണ് ദിലീപിനെതിരെ തിരിയാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനല്ല
പറയണത്. ദിലീപിന് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ഈ പെൺകുട്ടിയോട് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധം ഉണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും മാരകമായിട്ടുള്ള 2 പെൺകുട്ടികളുടെ ഒരു അച്ഛനാണ് അയാളെന്ന് പറഞ്ഞത്. ഇത്രയും വൃത്തികെട്ട ഒരു കാര്യം കുറേമാര് ചേർന്ന് ചെയ്യുന്ന സമയത്ത് ഈ പക മനസ്സിലുണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ആ പെൺകുട്ടിക്ക് പറ്റിയ കാര്യത്തിന് അതിജീവിച്ച് വന്നതിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടല്ല പറയേണ്ടത്, ഇങ്ങനല്ല സംസാരിക്കേണ്ടത്. തന്റെ മകൾക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അറിയുന്നവർക്കോ നേരത്തെ അഖിൽമാരോട് ചോദിച്ചതുപോലെ തന്നെ ഇതുപോലെ ആയിരിക്കും പറയുന്നത്. അവൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തി പോലും. അങ്ങനെ വരിക അല്ലെങ്കിൽ വരണം എന്നല്ലേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് ദിലീപിനെ പിന്നെയും ഈ കേസിലേക്ക് വലിച്ചിഴക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ള രാഹുൽ ഈശ്വർമാരും ഇതുപോലുള്ള ഈ പറയുന്ന അഖിൽമാരാരുമാരുമാണ്. കാരണം ഇവരുടെ ഈ ചർച്ചകൾ തന്നെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതയ്ക്ക് നേരെ നടക്കുന്ന ഇതുപോലുള്ള വെർബൽ റേപ്പുകൾ തന്നെയാണ് ഈ ദിലീപിനെ ഇതിലേക്ക് വലിച്ചിരിക്കുന്നത്. കാരണം ദിലീപിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് ഇട്ടുകൊണ്ട് അതിന് താഴെയാണ് ഈ ഒരു സംഭവം ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ദിലീപിന് കുറ്റക്കാരനാവാം, എന്തായാലും സമൂഹത്തിന്റെ ഇടയിൽ കുറ്റക്കാരനാക്കി മാറ്റുന്നത് ഇവർ തന്നെയാണ്. ഇവർക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ, ദിലീപ് ഇങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ശ്രമിക്കേണ്ട കാര്യം ഈ കേസ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. കാരണം ഈ ഗൂഢാലോചന നടത്തിയതിൽ കൃത്യമായിട്ടുള്ള പ്രതികളുണ്ട്, ഇനിയും പുറത്തു വരാനുള്ള ആൾക്കാരുണ്ട്. അവരെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം ആ പെൺകുട്ടിയെ നിരന്തരമായിട്ട് ഇങ്ങനെ വേട്ടയാടി എത്രത്തോളം തകർത്ത് തരിപ്പണമാക്കി ആ പെൺകുട്ടി പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യണോ എന്ന് ചോദിക്കുന്ന വക്കിലേക്ക് കൊണ്ട് എത്തിക്കുന്ന തരത്തിൽ അവളെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ച് നീക്കാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ട് ഈ പറഞ്ഞ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കഴുകന്മാരുണ്ടല്ലോ, പച്ച മാംസം തിന്നുന്ന കഴുകന്മാരെ പോലെയാണ് ഇവർ ഓരോ പോസ്റ്റുകളും ഓരോ കാര്യങ്ങളും ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ആരായാൽ തന്നെ അവളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് അതിലപ്പുറത്തേക്ക് പറയേണ്ട മറ്റൊരു പേരുണ്ട്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി ഈ പറയുന്ന അതിജീവിതയോടൊപ്പം എന്ന് പറയുന്ന സമയത്തും അവരും നിയമത്തിന്റെ മുന്നിൽ എല്ലാവരെയും പോലും തുല്യരായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ട് അവരും ഈ പറയുന്ന അതിജീവിതയുടെ ഫോട്ടോ അല്ലെങ്കിൽ അതിജീവിതയുടെ പേര് വെച്ചുകൊണ്ട് എന്തിനാണ് സംസാരിക്കുന്നത്, എന്തിനാണ് ഓരോ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത്, അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. അവൾക്കൊപ്പം എന്ന് പറയുമ്പം അവളെ വീണ്ടും സമൂഹത്തിലേക്ക് വലിച്ചഴിച്ച് പിച്ച് ചീന്താൻ കൊടുക്കാതിരിക്കുക, ആ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതാണ്. അതല്ലാതെ ഈ പറയുന്ന എന്താ പറയുന്നത് ഒരു പ്രഹസനം പോലെ ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും ആ ഒരു വ്യക്തിയെ തിരിച്ച് അല്ലെങ്കിൽ സമൂഹത്തിന് കോടതിക്ക് മുന്നിലേക്ക് നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് മാത്രമേ ദിലീപിനുണ്ടായ ആ ഒരു ലേബല് ആ ഒരു പേര് എടുത്ത് മാറ്റപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ദിലീപ് എന്നും ഈ പേര് ചുമന്നുകൊണ്ടിരിക്കും. കോടതി കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്കിടയിൽ നിന്ന് ഇവരൊക്കെ ഇത് വിളിച്ചു പറയുന്നിടത്തോളം കാലം ദിലീപ് തന്നെയായിരിക്കും കുറ്റക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ തോന്നിപ്പോയ ചില കാര്യങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ലാൽ എന്ന് പറയുന്ന വ്യക്തി, ലാലിന്റെ മകൻ എന്ന് പറയുന്ന വ്യക്തി, കാരണം അദ്ദേഹം ലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനെടുത്ത സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നത്. ലാലിന്റെ മകന്റെ വണ്ടിയിലാണ് ഇത് സംഭവിക്കുന്നത്, ലാലിന്റെ വീട്ടിലേക്കാണ് ചെന്ന് കയറുന്നത്. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് അയാളും ഈ പറഞ്ഞ അയാളുടെ മകനും സാക്ഷിയാവാതെ പോയതെന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി ഒരുപാട് കാലമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്. അതിനുള്ള ഉത്തരം അല്ലെങ്കിൽ അതിലേക്ക് കേസ് അന്വേഷണം പോവാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതിനേക്കാളും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിനിമാ ലോകത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് തള്ളിക്കഴിഞ്ഞു, അതിലിനി ഒന്നുമില്ല, അതവിടെ നിർത്തിയ കാര്യമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സിനിമാ ലൊക്കേഷനുകളിൽ ഇതുപോലുള്ള ഗുണ്ടാ പശ്ചാത്തലമുള്ള ആൾക്കാരെ നിയമിച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ പറഞ്ഞ ലാല് പോലുള്ള ആൾക്കാരുടെ ഡ്രൈവർമാരായിട്ട് പൾസർ സുനി, അല്ലെങ്കിൽ ഇത് മാർട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, പൾസർ സുനിയൊക്കെ ഇവരുമായിട്ട് കണക്ട് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഗുണ്ടാ പശ്ചാത്തലമുള്ള ആൾക്കാരെ സിനിമാ സെറ്റിലേക്ക് കടത്തിവിടുന്നത്? അപ്പം ഇതൊക്കെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തിന് ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള പശ്ചാത്തലമുള്ള ആൾക്കാരാണെന്ന് നേരത്തെ കൂട്ടി തന്നെ അറിഞ്ഞുകൊണ്ട് ഇതിലേക്കൊക്കെ വലിച്ചഴിക്കുന്ന സമയത്ത് എന്ത് സേഫ്റ്റിയാണ് സത്യത്തിൽ സിനിമാ ലോകത്ത് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ളതെന്നുള്ള ചിന്ത ഇനിയും വരേണ്ട ഒരു കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുലഞ്ഞു കഴിഞ്ഞു. പക്ഷെ വീണ്ടും ഇതിലേക്ക് വരുന്ന ചില സൂചനകളാണ് എന്തെന്ന് പറയുന്നത്, പണ്ട് തൊട്ടേ പല സിനിമകളുടെ ലൊക്കേഷൻസിലും ഇതുപോലെ ഗുണ്ടകളുടെ അല്ലെങ്കിൽ ഈ ഗുണ്ടാ തലവന്മാരുടെ ഫോട്ടോസ് അവരുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇതാണ് സംഭവം എന്ന് പറയുന്നത്. എന്തിനൊക്കെയോ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഗുണ്ടകളെ ഉപയോഗിക്കുന്ന ഒരു ലോകം തന്നെയാണ് സിനിമാ ലോകം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഇതുമല്ല, ഇതിനപ്പുറം സംഭവിക്കും, ഇതിനപ്പുറം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ പല പെൺകുട്ടികളും അവരുടെ മാനത്തെ ആലോചിച്ച് മാത്രം പുറത്തു പറയാത്തതായിരിക്കും. അതിലപ്പുറത്തേക്ക് പറഞ്ഞു വെക്കുന്ന അത്രയും പൈശാചികമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പെണ്ണ് അവൾക്ക് ശത്രുവായിട്ട് തോന്നിയ ഒരു നടനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അവളുടെ സ്വന്തം ശരീരം നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് കുറേ അധികം ആൾക്കാർക്ക് ഈ പറഞ്ഞ വീഡിയോ എടുക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള പ്രവർത്തിക്കും മനസ്സുറപ്പിച്ച് ഇരുന്ന് കൊടുത്തിട്ട് അത് പോണെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കൊടുത്തു എന്നൊക്കെ പറയുന്ന നിന്റെയൊക്കെ ചിന്താഗതി ഉണ്ടല്ലോ, ഈ ചിന്താഗതി വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിന്റെയൊക്കെ വീട്ടിലുള്ള അമ്മമാരെ, പെങ്ങന്മാരെ, മക്കൾമാരെ നീയൊക്കെ നോക്കുന്നത്? കാരണം
പെണ്ണിന് ഏറ്റവും വലുതെന്ന് പറയുന്നത് മാനാഭിമാനം എന്ന് പറയുന്നൊരു കാര്യമാണ്. അവൾക്ക് ജീവിതമുള്ളതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ അവളുടെ സമ്മതപ്രകാരം തന്നെ കുറേ പേർക്ക് ഇരിക്കാൻ, ഈ പറയുന്ന വീഡിയോ എടുക്കാൻ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും മന്ദബുദ്ധിയാണോ, അത്രയും ഈ പറയുന്ന ബോധമില്ലാത്തൊരു വ്യക്തിയാണോ? അവൾക്ക് അച്ഛനുള്ളതാണ്, അമ്മയുള്ളതാണ്, സഹോദരന്മാരുള്ളതാണ്. ഇവരൊക്കെ ഈ പറയുന്ന വീഡിയോ ഗുണ്ടാത്തലവന്മാരാണ്, ഗുണ്ടകളാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇതിലൊക്കെ നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ ചെന്ന് ചാടിക്കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ തിരക്കഥ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പുറത്തു പോവും. അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇതിനെയൊക്കെ കണക്കാക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ചിന്താഗതി എന്താണെന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക.